പൊറ്റശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പൊറ്റശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കേരളത്തിൽ ഏറ്റവും അധികം കേൾക്കുന്ന പ്രധാനപ്പെട്ട ആശയമാണ് പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുക എന്നതെന്നും സർക്കാർ എയ്ഡഡ് സ്കൂൾ അടങ്ങിയതാണ് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്നും കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥ് പറഞ്ഞു. കേരളത്തിൽ കഴിഞ്ഞ 4.5 മാസമായിട്ട് നമ്മൾ കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കും എന്നുള്ളതാണ്. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ അടങ്ങിയതാണ് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. സാക്ഷരതാ യജ്ഞം പൊതുജനകീയ ആസൂത്രണ യജ്ഞം പോലെ വിദ്യാലയങ്ങളെയും ജനകീയവൽക്കരിക്കണമെന്നും കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ പൊതുപരിപാടിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സാക്ഷരതാ യജ്ഞം പോലെ, ജനകീയ ആസൂത്രണ യജ്ഞം പോലെ വിദ്യാലയങ്ങളെ ജനകീയവൽക്കരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ പരിപാടിയാകും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. കേരളത്തിന്റെ തനിമയെന്നത് മതനിരപേക്ഷ സംസ്കാരമാണെന്നും ആ സംസ്കാരം നിലയിൽ വന്നത് പൊതുവിദ്യാഭ്യാസത്തിൽ നിന്ന് മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ സാമൂഹിക മേഖലയുടെ സ്വസ്ഥത നിലനിർത്തുന്നതിനു വേണ്ടി, മതനിരപേക്ഷ ജനാധിപത്യ സംസ്കാരം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുവാൻ സർക്കാർ തീരുമാനിച്ചു. കോങ്ങാട് നിയോജക മണ്ഡലം MLA KV വിജയദാസ് അധ്യക്ഷനായി. കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ഷംസുദ്ദീൻ, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP മൊയ്തു, C അച്യുതൻ, K സീമ, രത്നാവതി, അരുൺ, ചിന്നക്കുട്ടൻ, നുസ്രത്ത്, ഷെരീഫ്, ജോസ്, അലി, P ഹരിദാസൻ, മണികണ്ഠൻ, രവി, S പ്രേമാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. MC ന്യൂസ്, കാഞ്ഞിരപ്പുഴ.